വെൽക്കം ബാക്ക്. ഇപ്പം മോർണിംഗ് വാക്ക് നമ്മൾ തുടരുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മോർണിംഗ് വാക്കിൽ നമ്മൾ ഉള്ളത് വല്ലാർപാടം ബസിലിക്കയിലാണ്. ഇവിടെ ഒരുപാട് നിർമ്മിതികളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൗതുകമുള്ള ഒരു നിർമ്മിതിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. ക്രിസ്മസ് ട്രീ നമ്മൾ പലപ്പോഴായി പലയിടങ്ങളിൽ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് വളരെ വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ട്രീ ആണ് അല്ലേ? ചകിരി കൊണ്ട്, തൊണ്ടുകൊണ്ട്, അതായത് തേങ്ങയുടെ തൊണ്ടുകൊണ്ട്, ചകിരി അടക്കം തൊണ്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് തുടരരുത് അല്ല, ഇങ്ങനെ തൊട്ടെ എന്നിട്ട് അത് കളയാൻ. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ, പരിസ്ഥിതി സൗഹൃദമായ ഒരു ക്രിസ്മസ് ട്രീ. നന്നായിട്ടുണ്ട്. നമ്മുടെ മനോജ് ഉണ്ട് ഇവിടെ, നമ്മുടെ സഹപ്രവർത്തകനാണ്. മനോജ്, ഗുഡ് മോർണിംഗ്. ടെക്നിക്കൽ ടീമിലെ പുലിയാണ് മനോജ് ഇവിടുത്തുകാരനാണെന്നറിയാം. അപ്പം ഈ ബസിലിക്കയിൽ ഓരോ വർഷവും എത്തുന്ന തീർത്ഥാടക എണ്ണം അത് നമുക്കറിയില്ല, കാണുമ്പോൾ അത്രമാത്രം ഉണ്ട്. ഈ ക്രിസ്മസിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരുപാട് നിർമ്മിതികളൊക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ പിന്നിൽ എത്ര നാളത്തെ ഒരു എഫേർട്ട് ഉണ്ട്? ഇതിന്റെ പിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ KCYM യൂണിറ്റ് ആണ് ഇതിങ്ങനെ ചെയ്തേക്കണത്. ഇതിന്റെ ചുക്കാൻ പിടിച്ചത് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ അലങ്കാര പരിപാടികളുടെ എല്ലാം ചുക്കാൻ പിടിച്ചേക്കണ KCYM പിന്നെ ഇവിടുത്തെ യൂത്ത് വിങ്ങും കൂടി ചേർന്നിട്ടാണ്. അവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഇത്. ഏറ്റവും അതിന്റെ പൊതുമോഡലം കൊണ്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു സാധനം ചെയ്തേക്കണം. നാളെ എടുത്തിട്ടാണോ? അവര് എല്ലാ വൈകുന്നേരങ്ങളിലും വന്നിട്ട് അത് ചെയ്തായിരുന്നു. അതിന് വേണ്ടി ചെയ്താണ്. വീട് അടുത്തല്ലേ? എന്റെ അടുത്ത് തന്നെയാണ്. ക്രിസ്മസിന് അങ്ങോട്ട് വരാമല്ലോ? തീർച്ചയായിട്ടും വരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷണിക്കാം. എന്താണ് സ്പെഷ്യൽ? സ്പെഷ്യലി കുറച്ച് കേക്കും വൈനും കഴിക്കാം. ഇന്നത്തെ ഇനി ക്രിസ്മസ് ദിനമാണ്. അപ്പൊ ഇന്നത്തെ മറ്റു പരിപാടികൾ എന്താണ്? പരിപാടികൾ ഇന്നൊന്ന് ഞാൻ ഡ്യൂട്ടിയിലായി പോയി, നൈറ്റായിരുന്നു. പൊതുവെ അങ്ങനെ പോകാതാണ്. പാതിരാ കുർബാന മിസ്സാകാത്തതാണ്. ഇത്തവണ മിസ്സായി. ഡ്യൂട്ടിയുടെ ഇത് കാരണം അങ്ങനെ മാറി. പക്ഷെ നമ്മൾ ഇന്നലെ നമ്മുടെ ആ പ്രോഗ്രാമിലൂടെ വത്തിക്കാനിലടക്കമുള്ള പാതിരാ കുർബാനകളൊക്കെ എല്ലാം കണ്ട് അതിന്റെ നല്ല കവറേജ് ആണ് കൊടുത്തിരുന്നത്. ഏറ്റവും മികച്ച കവറേജ് 24 കൊടുത്തിരുന്നു. താങ്ക് യു സോ മച്ച്. മെറി ക്രിസ്മസ് ഫാമിലിക്ക്. പിന്നെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് മനോജ് ഇവിടുത്തുകാരനാണ്. ബസിലിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മനോജിനോട് തന്നെ ചോദിച്ചത്. യെസ്. അപ്പൊ നമ്മള് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ഇപ്പോ പലയിടങ്ങളിലും ചില ആൾക്കാർ, വളരെ ന്യൂനപക്ഷമാണെങ്കിലും പല എന്താ പറയുക ജാതി മത ചിന്തകളോട് പെരുമാറുന്ന വളരെ ചുരുക്കം ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഈ വല്ലാർപാടം ബസിലിക്കയിൽ നിന്നുകൊണ്ട്, വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പൊ ശബരിമലയിൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ദിനം കൂടിയാണ്. ഇന്നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. തങ്കയങ്കി ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം മന്ത്രി VN വാസവൻ പമ്പയിൽ സ്വീകരിക്കും. വൈകിട്ട് 6 മണിക്ക് അത് സന്നിധാനത്തെത്തും. 6:30-ക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ഘോഷയാത്രയോടനുബന്ധിച്ച് രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റിവിടില്ല. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ദർശനത്തിന് അനുമതി നൽകുക. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിലും ഇന്ന് നിയന്ത്രണമുണ്ട്. അപ്പോൾ തീർത്ഥാടകർ ഇക്കാര്യം ശ്രദ്ധിക്കുക. ഘോഷയാത്രയുള്ളതുകൊണ്ട് തന്നെ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റിവിടില്ല. യെസ്. അപ്പോൾ എല്ലാ വർഷവും ഈ പറയുന്നത് പോലെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കാണാൻ വലിയ തിരക്കുണ്ടാവാറുണ്ട്. 24-ഉം കൃത്യമായ രീതിയിൽ ഘോഷയാത്ര മാത്രമല്ല ശേഷമുള്ള ദീപാരാധന ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള ശബരിമലയിലെ ചടങ്ങുകൾ BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. മറ്റൊരു രാഷ്ട്രീയ വാർത്ത കൂടിയുണ്ട്, അതിലേക്കൊന്ന് പെട്ടെന്ന് പോകാം. NDA നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. പ്രധാനമായും BJP അധ്യക്ഷൻ JP നഡ്ഡയുടെ വസതിയിൽ ചേരുന്ന ഈ യോഗത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്, വഖഫ് ബില്ല് എന്നിവയാണ് ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ അമിത്ഷായുടെ അംബേദ്കർ പരാമർശം, NDA ഏകോപനം എന്നിവയും ചർച്ചയാകും. മറ്റൊരു വാർത്തയിലേക്ക് പോയല്ലോ. ഇത് മലപ്പുറത്തു നിന്നുള്ള വാർത്തയാണ്. മലപ്പുറം വാഴക്കാട്ടെ ലഹരി കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. MDMA കേസിലെ കണ്ണികളെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് ലഹരി എത്തിച്ചതെന്ന പ്രധാന പ്രതിയുടെ മൊഴികളിൽ വസ്തുത പോലീസ് അന്വേഷിച്ചു വരികയാണ്. സിനിമാ നടിമാരുടെ പേരുകൾ പ്രതി പോലീസിന് മൊഴിയായി നൽകി എന്നാണ് വിവരം. ഒമാനിൽ നിന്ന് MDMA എത്തിച്ച അബു ത്വാഹിറിനെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. അറസ്റ്റിലായ മുഖ്യപ്രതി ഷബീബിന് നിർദ്ദേശങ്ങൾ നൽകിയ ജിതിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കി. സിനിമാ മേഖലയ്ക്ക് കേസുമായി
ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് ആൾക്കാർ ബസിലിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല പുതിയ കുറേ വിശ്വാസികളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമുണ്ട്. അപ്പം ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിനമാണ്, ക്രിസ്മസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ മുഴുകുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിനി വാർത്തയിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവു നായയുടെ ആക്രമണത്തിൽ മരിച്ച കാർത്തിയാനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതല്ലേ? അതെ, മകൻ പ്രകാശിന്റെ ആറാട്ടുപുഴയിലെ വീട്ടിൽ വെച്ചാണ് ഇന്നലെ കാർത്തിയായനയെ തെരുവുനായ ആക്രമിച്ചത്. മനീഷ് മഹിപാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, മെറി ക്രിസ്മസ്. പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന വാർത്ത അത്ര നല്ലതല്ല. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഇന്നത്തെ നടപടികൾ? ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. മറ്റ് നടപടികൾ എങ്ങനെയാണ്? ഈ ഒരു സംഭവത്തിൽ നിലവിൽ തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം വീട്ടുകാർക്ക് നൽകും. തകഴിയിലാണ് കാർത്തിയാനി അമ്മയുടെ വീട്. 81 വയസ്സാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആറാട്ടുപുഴയിലെ വീട്ടിലെത്തിയത്. തകഴിയിലെ വീട്ടിലും ഒപ്പം തന്നെ മകൻ പ്രകാശ് താമസിക്കുന്ന ആറാട്ടുപുഴ വീട്ടിലുമാണ് ഈ അമ്മ നിന്ന് വന്നിരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വിവരം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 മണിയോടുകൂടിയാണ്. വീട്ടിൽ ആരുമില്ലായിരുന്നു. മകൻ പ്രകാശനും ഭാര്യയും ആ സമയത്ത് വെളിയിലായിരുന്നു. അങ്ങനെ പുറത്ത് നിന്ന് ഗേറ്റ് പൂട്ടിയിരുന്നു. പക്ഷേ ഈ വേലി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചതാണ്. അങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിന് ഇടയിലൂടെയാണ് ഈ നായ്ക്കൾ ഒന്നിലധികം തെരുവ് നായ്ക്കൾ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ വീടിന്റെ മുറ്റത്ത് ഒരു കട്ടിൽ ഇരിക്കുന്ന പതിവാണ് ഈ അമ്മയ്ക്കുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തെരുവ് നായ്ക്കൾ കൂട്ടമായി വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ മുഖം മുഴുവനായി കടിച്ചെടുത്തു. ഒരു കണ്ണ് മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇത് ഏറെ നേരം കഴിഞ്ഞാണ്. ഈ പുറത്തു നിന്ന് ഗേറ്റ് പൂട്ടിയത് കൊണ്ട് തന്നെ നാട്ടുകാരൊന്നും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. നായ്ക്കൾ അകത്ത് നിന്ന് കുരച്ചെങ്കിലും അത് വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നായ്ക്കൾ കുരച്ചതെന്ന് വിചാരിച്ചു. പക്ഷേ വൈകിട്ട് 5 മണിയോടെ മകൻ പ്രകാശൻ മടങ്ങിയെത്തി ഗേറ്റ് തുറന്ന് നിൽക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് ഈ അമ്മയെ അപ്പോഴും തെരുവ് നായ്ക്കൾ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനുണ്ടായിരുന്നു, അർത്ഥ ബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ തന്നെ ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യയാണ് കാർത്തിയാനിയമ്മ മരിച്ചത്. ഇന്ന് ഉച്ചയോടു കൂടി മൃതദേഹം ഏറ്റുവാങ്ങും. തകഴിയിലായിരിക്കും കാർത്തിയാനിയമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. ക്രിസ്റ്റീന പ്രജിൻ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നാണ് നടക്കുക വണ്ടാനം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ വള്ളാർപ്പാടം ബസിലിക്കയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ബൈബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും, അതിൽ ആദ്യത്തെ ഇത് കാണുന്നത് വിശുദ്ധ മറിയത്തെ മാലാഖ ഈ മംഗളവാർത്ത അറിയിക്കുന്നു. അതായത് ക്രിസ്തു ജനിക്കും എന്ന് പറയുന്ന വാർത്ത. അതിനുശേഷം ഗബ്രിയേൽ മാലാഖയുടെ രണ്ടാമത്തെ അവിടെ കാണാം. ഇത് ഈശോയുടെ ജനനം. അത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കൊണ്ട് നമ്മൾ കാണുകയാണ്. വിദ്വാൻമാർ അവിടെ കൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആട്ടിടയര് യേശുക്രിസ്തുവിനെ, ഉണ്ണീശോയെ സന്ദർശിക്കുന്നുണ്ട്. ഇത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടല്ല, ബസിലിക്കയിൽ നേരത്തെ തന്നെ ഉള്ള നിർമ്മിതികളാണ്. അങ്ങനെ ഓരോരോ പ്രത്യേക സംഭവങ്ങളെല്ലാം വളരെ കൃത്യമായി, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈശോയെ കാഴ്ച സമർപ്പിക്കുന്നു. അതെ, ആ 3 രാജാക്കന്മാര് കൊണ്ടുവന്ന പൊന്നും മൂരും കുന്തിരിക്കവും അവിടെ ഉണ്ണീശോയ്ക്ക് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് സംഭവങ്ങൾ ആ രീതിയിൽ ഇങ്ങനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പെഷ്യൽ നിർമ്മിതികളൊക്കെ ഈ ഭാഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പുൽക്കൂടൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുമ്പ് മറ്റൊരു വാർത്തയിലേക്ക് കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ പുഷ്പ 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പുഷ്പ 2 ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന പിതാവ്. 20 ദിവസത്തിനു ശേഷം കുട്ടി പ്രതികരിച്ചുവെന്ന് പിതാവ് ഭാസ്കർ പറഞ്ഞു. നടൻ അല്ലു അർജുനും സിനിമയുടെ അണിയറ പ്രവർത്തകരും വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്നും പിതാവ് പറഞ്ഞു. കുട്ടിയുടെ അമ്മ രേവതിയാണ് സന്ധ്യ തിയേറ്ററിലുണ്ടായ തിരക്കിൽപ്പെട്ട് മരിച്ചത്. അല്ലു അർജുൻ അറസ്റ്റിലായതിന് പിന്നാലെ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞിരുന്നു. യെസ്, അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ വല്ലാർപ്പാടം ബസിലിക്കയിലാണ് നമ്മളുള്ളത്. കുറേ പേര് ഇവിടെ ഉണ്ട്. ഗുഡ് മോർണിംഗ് ചേട്ടാ. മോർണിംഗ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്താണ് ക്രിസ്മസിലെ പ്രതീക്ഷകളും ആഘോഷമൊക്കെ? എന്താണ്? തമിഴ്നാടാണ്.
ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് ഇന്നലെ 11 മണിക്ക് രാത്രിയൊക്കെ നല്ലോണം ആഘോഷിച്ചത്. ക്രിസ്തു പിറപ്പിനെ എല്ലാവരും നല്ലോണം സന്തോഷത്തോടെയാണ് ആഘോഷിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യണോ കേരളത്തിൽ? ഇല്ല, ഞങ്ങൾ ഇവിടെ വന്നതാണ്. പേര് പേര് അരുളാണ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ അതാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നൊക്കെയുള്ള ആൾക്കാർ വരുന്നൊരു ഇതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വല്ലാർപാടം ബസിലിക്ക എന്ന് പറയുന്നത്. നമുക്ക് ഒരു കുഞ്ഞു മോളുണ്ട്. വരുന്നോ? വന്നേ. മോളുടെ പേരെന്താ? നെയിം? അസ്ലിൻ മരിയ. തമിഴ്നാടാ? തമിഴ്നാടാ? തമിഴ്നാടാ. ഇഷ്ടപ്പെട്ടോ പള്ളി, ചർച്ച്? Yes. Yes. Okay. Merry Christmas. You tell other people. Happy Christmas. Happy Christmas. Say Happy Christmas. Happy Christmas. Happy Christmas to all. അപ്പോ മോളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അവർക്ക് തമിഴാണ് അറിയുന്നതെന്ന് തോന്നുന്നു, കുറച്ച് ഇംഗ്ലീഷും അറിയാം. അപ്പൊ നമ്മുടെ മലയാളവും ഇംഗ്ലീഷും ഒന്നും ഇവിടെ കാര്യമായിട്ട് പറയുന്നില്ല. അപ്പോ ഹാപ്പി ക്രിസ്മസ്. Happy Christmas. ഓക്കെ, താങ്ക് യു. ടാറ്റാ. യെസ്, അപ്പം അങ്ങനെയാണ് പലയിടങ്ങളിൽ നിന്ന് വിശ്വാസികൾ എത്തുന്നുണ്ട് ഇങ്ങോട്ട്. നേരത്തെ പറഞ്ഞു ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എന്നറിയാലോ. അപ്പോൾ ബസിലിക്കയുടെ മറ്റ് കാഴ്ചകളുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു പുൽക്കൂട് തയ്യാറാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ പുൽക്കൂടാണ്. നേരത്തെ മനോജ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകണം. അതിനു മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗത്തെ കേസിൽ ഉൾപ്പെടുത്താതെ പോലീസ് മെല്ലപ്പോക്ക് തുടരുകയാണ്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ VR സജിക്കെതിരെയാണ് കേസെടുക്കാത്തത്. സജിയുടെ ഭീഷണി സന്ദേശം എത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് ടെസ്റ്റിനായി അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള തെളിവുകൾ കൂടി കിട്ടിയ ശേഷം സജിക്കെതിരെ കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുമുണ്ട് എന്നറിയുന്നു. യെസ്, അപ്പോൾ മോർണിംഗ് വാക്കിൽ ഇതാ നമ്മൾ വല്ലാർപാടം ബസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു പുൽക്കൂടാണ്. അതിനകത്ത് ഉള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അല്ലേ. വലിയ പുൽക്കൂടാണ്, വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ ആ ചെടികൾ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ക്രിസ്മസ് ദിവസം ഈ ഒരു ഇത്രയും വലുതാണ് അല്ലേ, ഈ കുഞ്ഞതല്ല, ഇത്രയും വലിയൊരു ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ളിൽ ഒരു ചെറിയ കുഞ്ഞു കൂട്, അവിടെയാണ് ഉണ്ണീശു പിറന്നിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ. യെസ്, നമുക്കൊരു സ്റ്റോറി കൂടെ പ്രേക്ഷകരിലേക്ക് കൊടുത്താലോ. ക്രിസ്മസിന് മുന്നോടിയായി ഒരുക്കുന്ന ടാക്കി ലൈറ്റിനെ കുറിച്ച് 24 വാഷിംഗ്ടൺ DC ബ്യൂറോയിൽ നിന്ന് പ്രീതി പ്രസന്നകുമാരി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് കാണാം. ക്രിസ്മസിനോടനുബന്ധിച്ച് വീടുകളെ അലങ്കരിക്കുന്ന ഒരു ആചാരമാണ് ടാക്കി ലൈറ്റ്സ്. 50 വർഷക്കാലമായി ടാക്കി ലൈറ്റ്സ് പ്രദർശനം നടത്തുന്ന ഒരു വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ. പുൽക്കൂടും സാന്റയും മാലാഖമാരും മാത്രമല്ല, കുട്ടികളുടെ പ്രിയ കഥാപാത്രങ്ങളായ മിക്കി മൗസും മിനിയൻസും വരെ ഫൈഫർ ഫാമിലിയുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ നിറസാന്നിധ്യമാണ്. വരുന്നവർക്കെല്ലാം തന്നെ തണുപ്പകറ്റാൻ സൗജന്യമായി ഹോട്ട് കൊക്കോയും ഇവർ നൽകിപ്പോരുന്നു. വൻ ജനത്തിരക്കാണ് എല്ലാ വർഷവും ഇവിടെ അനുഭവപ്പെടാറുള്ളത്. My name is Bobby Pfeiffer. We're in Richmond, Virginia. Here at our home, we've been decorating for 50 years. We probably have about close to 500,000 lights up. We get about 35,000 people a night on a busy night up here. And it's one of the biggest things the city of Richmond has to offer for the public to come see. It doesn't cost anything. We give a hot chocolate to everybody. It's just a fun, happy place for everybody to come. ക്രിസ്മസ് ആഘോഷം വീടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കേണ്ടതാണെന്ന സന്ദേശമാണ് ഫൈഫർ ഫാമിലി നമുക്ക് ഇതിലൂടെ നൽകുന്നത്. പ്രകാശ കൂടാരത്തിന് മുന്നിൽ നിന്നും പ്രീതി പ്രസന്നകുമാരി, വെർജീനിയ, 24. അപ്പോൾ അതാണ് വാഷിംഗ്ടൺ DC നിന്നുള്ള ക്രിസ്മസ് ആഘോഷം. നമ്മുടെ പ്രേക്ഷകരൊക്കെ കമന്റിലൂടെ ചോദിക്കുന്നു. ബീന ജയ് ചോദിച്ചു, അല്ല ക്രിസ്റ്റി പള്ളിയിലൊന്നും പോയില്ലല്ലോ എന്ന്. അപ്പോൾ തിരിച്ചൊരു കമന്റ് വന്നത്, പള്ളിയിൽ നിൽക്കുന്നവരോട് പള്ളിയിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കമന്റ്. അതായത് നമ്മുടെ ലക്ഷ്മി ആണ് പറഞ്ഞേക്കുന്നത് ആ കമന്റ്. നമുക്കിവിടെ ഈ പുൽക്കൂടൊക്കെ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇവിടെ ചോദിക്കാം. ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. എവിടെ സ്ഥലം എവിടെ? അപ്പം എന്താണ് ക്രിസ്മസ് ദിനമാണ്, എന്താണ് പ്രതീക്ഷകൾ? എന്താണ്? വളരെ നല്ല പ്രതീക്ഷ. രണ്ടുപേരും നേരത്തെ എത്തിയോ പള്ളിയിൽ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു?
ഇല്ല, തുടങ്ങാൻ പോണു. പുൽക്കൂട് ഉണ്ടോ? അടിപൊളിയല്ലേ. അപ്പോൾ ഇവിടെ നിരവധി പേര് പ്രാർത്ഥനയ്ക്കായി എത്തിയിട്ടുണ്ട്. പ്രാർത്ഥന ആരംഭിക്കാനിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാതിരാ കുർബാന കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രാവിലത്തെ പ്രാർത്ഥനകൾ ഇങ്ങനെ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ആഘോഷങ്ങൾക്ക് പല എന്താണ് പറയാ, പല തലങ്ങളുണ്ട്, പല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ ഈ എന്താണ് പറയാ, കൊച്ചി കുറുമ്പത്തൂരുകാർക്ക് ക്രിസ്മസ് മാസം അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഈ ആഘോഷവും ഒക്കെ തന്നെ അത് ഈ ചവിട്ട് നാടകത്തിന്റെ കൂടി സമയമാണ്. വേണ്ട, അതല്ല, ആ ചവിട്ടല്ല, ചവിട്ട് നാടകമാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഈ കാരലിനൊപ്പം ചവിട്ട് നാടകത്തിന്റെ ഈണങ്ങളെ കൂടി നെഞ്ചേറ്റിയ ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവിടെ. അവരുടെ കഥയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. റോമൻ ആദിപനായി റോമൻ ആദിപനായി വണിടും ധീരനാം രാജാദേ രാജനാം ഞാൻ വാണിടും ധീരനാം രാജാദേ രാജനാം ഞാൻ. പുൽക്കൂട്, നക്ഷത്രങ്ങൾ, സാന്താക്ലോസ് ഇവയെല്ലാമാണ് ക്രിസ്മസിനെ ഒന്ന് കളറാക്കി മാറ്റുന്നത്. എന്നാൽ ഓരോ ക്രിസ്മസ് മാസം എത്തുമ്പോഴും ഈ കുറുമ്പത്തുരുത്ത്, ഗോതുരുത്ത് ഭാഗത്തുള്ള നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് ചവിട്ട് നാടക മഹോത്സവത്തിന്റെ മാസമാണ്. അതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. പോർച്ചുഗീസുകാരുടെ അധിനിവേശ കാലത്തോളം ചരിത്രമുണ്ട് കേരളത്തിലെ ചവിട്ട് നാടകത്തിന്. ഗോതുരുത്ത്, കുറുമ്പത്തുരുത്ത് തുടങ്ങി കൊച്ചിയുടെ പല പ്രദേശങ്ങളിൽ ഇന്നും സജീവമാണ് ചവിട്ട് നാടകങ്ങൾ. യുവകേരള ചവിട്ട് നാടക കലാസമിതി കുറുമ്പത്തുരുത്ത് എന്ന് പറയുന്ന സമിതി രൂപം കൊണ്ടിട്ട് ഇപ്പോൾ 20 വർഷമായി. അതിക്ക് മുമ്പ് നമ്മളിപ്പോൾ എൻ്റെ അപ്പച്ചനായിട്ട് ഇവിടെ വന്ന് ഒരു നാടകം തുടങ്ങിയതാണ് സത്യപാലകൻ എന്ന് പറയുന്ന നാടകം. അതിപ്പോൾ ഏകദേശം 40 വർഷമായി. അതിക്ക് മുമ്പേ ഇവിടുത്തെ കാരണന്മാരൊക്കെ ചവിട്ട് നാടകമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവിടെ കളിച്ചിരുന്നത്. ക്രിസ്മസിന്റെ പിറ്റേന്ന് 26-നാണ് ഗോതുരുത്തിൽ വെച്ച് ചുവടി ഫെസ്റ്റ് നടക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ചവിട്ട് നാടക സംഘങ്ങൾ മേളയുടെ ഭാഗമാകാനെത്തും. നമ്മുടെ ഈ നാടിനോട് ചേർന്നൊരു കലാരൂപമല്ല. നമ്മൾ കുട്ടിക്കാലം മുതൽ ഇത് തന്നെയാണ് കേൾക്കുന്നത്. ചവിട്ടാടത്തിൻ്റെ ഈ പാട്ടും ജോർജ് കുട്ടിയാശാൻ്റെയും അതുപോലെ തന്നെ റോയാശാൻ്റെയൊക്കെ അഭിനയമൊക്കെയാണ് കണ്ടു വളർന്നത്. അപ്പം അതുകൊണ്ട് ഇത് മടുക്കാത്തൊരു കലാരൂപമാണ് ഞങ്ങളുടെ. ചവിട്ട് നാടകത്തിൽ ബൈബിൾ കഥകൾ മാത്രമല്ല മറ്റു പരീക്ഷണങ്ങൾക്കും ഇവർ ഒരുങ്ങുന്നുണ്ട്. ഭഗവത്ഗീതയും ശിവജി ചരിത്രവും എല്ലാം അതിൽ ചിലത്. ഇപ്പോഴിതാ ഷേക്സ്പിയറുടെ മാക്ബത്താണ് പുതുതായി കളിക്കാൻ പോകുന്നത്. സ്കൂൾ കലോത്സവങ്ങളും കലാസ്നേഹികളും നൽകുന്ന പിന്തുണയോടെ മുന്നോട്ടു പോവുകയാണ് യുവകേരള ചവിട്ട് നാടക സംഘം. മംഗളം നിത്യജയ ആദി കടവുള്ളോനെ മംഗളം നമോ ജയ മംഗളം ദേവ ഗാഗുൽത്ത മലയതിൽ ക്രൂശിൽ മരിച്ചുയർത്ത ലോകത്തെ രക്ഷ ചെയ്ത രക്ഷകാ നമോ. ചവിട്ട് നാടകത്തിന്റെ ഈ ഈരടികളാണ് കരോൾ ഗാനത്തിന്റെ ഈണത്തിനൊപ്പം ഇവരുടെ ജീവിതത്തിലാകെ മുഴങ്ങിക്കേൾക്കുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. യെസ്, വെൽക്കം ബാക്ക്. അപ്പം മോർണിംഗ് വാക്കിംഗ് തുടരുകയാണ്. ചേച്ചി, നമുക്ക് ഈ ക്രിസ്മസ് അല്ലെങ്കിൽ പുതുവത്സരം ഈ സമയങ്ങളിൽ ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അറിയോ? ഈ സമയത്ത് നമുക്ക് ഒരുപാട് കാർഡുകൾ കിട്ടും, ക്രിസ്മസ് കാർഡ്. അതൊരു എന്താണ് പറയുക, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ അയച്ചു തരുന്ന കാർഡുകൾ, അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കാരണം പല സീസണിൽ പല വെറൈറ്റി കാർഡാണ്. തുറക്കുന്ന സമയത്ത് മ്യൂസിക് കളിക്കുന്ന കാർഡുകൾ, സ്വയമായിട്ട് ഡിസൈൻ ചെയ്യുന്ന കാർഡുകൾ, അവരുടെ ഒരു പേഴ്സണൽ ടച്ചിൽ കാർഡുകൾ. പക്ഷെ ഇപ്പം അങ്ങനെ കാർഡുകൾ ഇല്ല, എല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ കാർഡുകളുടെ ഒരു പ്രളയമാണ്. എനിക്ക് അങ്ങനെ ശേഖരിച്ചു വെക്കുന്ന അതൊരു ഓർമ്മയാണ്. പല രീതിയിലുള്ള കാർഡുകളുണ്ട്. തുറക്കുമ്പോൾ പല ലെയറുകളായി ഇങ്ങനെ കട്ടായിട്ടുള്ള ടൈപ്പ് ഓഫ് വിസിൽ നമ്മുടെ ക്രിസ്മസ് കാർഡുകളുണ്ട്, വിഷസ് കാർഡുകളുണ്ട്. അപ്പൊ ഇതിങ്ങനെ ശേഖരിച്ചു വെക്കുന്നതിന് എന്റെ ഭർത്താവിനെ വിളിക്കുന്നത് ഹൃദയകുമാരി എന്നാണ്, ഋഷിയുടെ കഥാപാത്രം. അപ്പൊ നമുക്ക് സൂര്യോദയം കാണാം, ഓരോ സ്ഥലത്തെയും സൂര്യോദയം. ഇപ്പൊ ഇന്ന് ഇവിടുത്തെ ആകാശത്തിന് നല്ല ഭംഗിയാണ്. ആ ആകാശത്ത് നിന്ന് സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ചുയരുന്ന കാഴ്ചയാണ് രാഹുൽ VS-ഉം അനുവും കൂടെ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കൂടെ ഫെബിന് വിവേകും കൂടെ ഉണ്ട്, അവർക്ക് സഹായമായിട്ട്. യെസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ സ്റ്റോറിയിലേക്ക് പോവാം. ക്രിസ്മസ് പുതുവത്സര സന്ദേശങ്ങൾ ഇക്കാലത്ത് കൈമാറുന്നത് നവമാധ്യമങ്ങൾ വഴിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോഴും ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് കോഴിക്കോട്ട്. അയാളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അരീക്കാട് സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകൻ ആന്റണിയുടെ കൈവശമുള്ളത് 1/2 നൂറ്റാണ്ട് കാലത്തെ ഗ്രീറ്റിംഗ് കാർഡുകളാണ്. ആ വിശേഷം കാണാം.
എല്ലാ ക്രിസ്മസിനും ആന്റണി മാഷുടെ വീട്ടിലേക്ക് ആശംസാ കാർഡുകൾ എത്തും. പലതും മാഷ് അയച്ചതിനുള്ള മറുപടിയാണ്. കഴിഞ്ഞ 50 വർഷമായി ഈ പതിവ് തെറ്റിയിട്ടില്ല. വരെയുള്ള കാർഡ് കൂടുതലും ഉള്ളത്. അതിനകത്ത് ആരോണ്ട് എഴുതിയിട്ടുണ്ട്, കത്തുകളൊക്കെ അയക്കുന്നത് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മറുപടി കിട്ടുമ്പോൾ വലിയ സന്തോഷം. അവർ മറുപടി അയക്കുമ്പോൾ ദൂരെയുള്ള എൻ്റെ കത്ത് കിട്ടുമ്പോഴാണ് എല്ലാ വിവരവും, നാട്ടിലുള്ളവരുടെ പോലും വിവരങ്ങൾ അറിയുന്നത്. വ്യത്യസ്തമായ ഗ്രീറ്റിംഗ്സ് കാർഡുകളാണ് പ്രത്യേകത. പലതും ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നവ. ചിലതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അവരെ പറ്റിയുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. നവമാധ്യമങ്ങളുടെ ഈ കാലത്തും കാർഡുകൾ വഴിയുള്ള സന്ദേശ കൈമാറ്റത്തിന് ഗൃഹാതുരതയുടെ സുഖം കൂടിയുണ്ടെന്ന് ആന്റണി മാഷ് പറയുന്നു. കോഴിക്കോട്. അപ്പൊ മോർണിംഗ് വാക്കിന്റെ സമയം പൂർത്തിയാകുമ്പോൾ വല്ലാർപാടം ബസിലിക്കയിൽ കുർബാന തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പാട്ടുകൾ ഇപ്പോൾ ഒന്നാമത്തെ പാട്ട് കേൾക്കാം. അതെ, അപ്പോ ആ മനോഹരമായ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ഫ്ലോറിലേക്ക് പോകണം. നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ കമന്റ്സും വിഷസും ഒക്കെ കാണുന്നുണ്ട്. ലിഡാ മിസ്സിനും ഷൈനി മിസ്സിനും സീന മുഹമ്മദ് ഒരു മെറി ക്രിസ്മസ്. അവർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കും മെറി 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 ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.